മഴ തോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ ഹോസ്പിറ്റലിൽ ആണ് കാണിക്കുന്നത്. രേവതിക്കുട്ടിയും അതുപോലെ തന്നെ അലീനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് രേവതിക്കുട്ടിക്ക് ഒരു തലണയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നീ വെച്ച മോളെ എന്ന് പറയും. ഓ ഞാൻ വേണ്ട ചേച്ചി എന്ന് പറയും. നീ വെച്ചോടി എന്ന് പറയും. എന്നിട്ട് കൊടുക്കും. എന്നിട്ട് പറയും ചേച്ചി എനിക്കൊരു കഥ പറഞ്ഞതായോ എന്ന് പറയും. കഥയോ നിനക്കോ? ഞാൻ നിന്നെ ഒരുപാട് കഥയൊക്കെ പറഞ്ഞ് ഉറക്കിയിട്ടുണ്ടെന്ന് പറയും. അത് മതി എന്ന് പറയും. അങ്ങനെ പറയില്ല ചേച്ചി, ചേച്ചി ഒരു കഥ പറഞ്ഞ് ഉറങ്ങട്ടെ എന്ന് പറയും. അല്ലെങ്കിൽ ചേച്ചി ഫോണിൽ കൂടെ പറഞ്ഞത് മുഴിയിപ്പിച്ചില്ലല്ലോ, അത് പറയും. എന്താ ഉണ്ടായി, സംഭവിച്ച കാര്യങ്ങളൊക്കെ എന്നോട് പറയും, ഞാനും കൂടി അറിയണ്ടേ എന്ന് പറയും. അങ്ങനെ രേവതിക്കുട്ടി നിർബന്ധിക്കുകയാണ്. അപ്പം അലീന പറയുന്നു അങ്ങനെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നു. രോഹിത്തും അതുപോലെ തന്നെ ഹരിശങ്കറും കൂടി ഉപദ്രവിച്ച എല്ലാ കാര്യങ്ങളും പറയുന്നു. അതൊക്കെ കേട്ടോട് കൂടി നമ്മുടെ രേവതിക്കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ തലയുടെ കവർ തന്നെ താഴെ വീണ്. എന്നിട്ട് ഓടി ചെന്ന് രേവതിക്കുട്ടി അലീനനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, ചേച്ചി എന്തോരം വേദന അനുഭവിച്ചു, എന്തോരം വിഷമം ഉണ്ടായി ചേച്ചി, ഇനി ആ വീട്ടിൽ നിൽക്കണ്ട, അല്ലെങ്കിൽ തന്നെ എന്ത് സമാധാനത്തിലാണ് ചേച്ചി നിൽക്കുന്നത്. എന്നിട്ട് അവന്മാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ച് ജയിലിൽ അടയ്ക്കാണ്ട് അവരെ രക്ഷിച്ചേക്കണ്. ചേച്ചിനെ എന്തോന്നാണ് ഞാൻ ഇതിനൊക്കെ പറയേണ്ടത് ചേച്ചി എന്നൊക്കെ പറയുന്നു ദേഷ്യപ്പെട്ടിട്ട്. മോളെ ഞാൻ പോലീസുകാരോട് സത്യം പറഞ്ഞാൽ അവരുടെ ഭാവി പോവില്ലേ, അതാലോചിച്ചിട്ടാണ് ഞാനത് ചെയ്യാഞ്ഞേന്ന് പറയും. ബാലേന്ദ്ര സാറിനോടോ അല്ലെങ്കിൽ ആ മൂശാട്ടോടെങ്കിലും പറയണം കേട്ടാന്ന് പറയും. മൂശാട്ടയോ എന്ന് പറയും. നീ എന്തീ പറയണേന്ന് ചോദിക്കും. പിന്നെ അല്ലാതെ വേറെ ഞാൻ എന്ത് പറയാനാണെന്ന് പറയും. അവർക്കറിയില്ലല്ലോ മോളെ ഞാൻ മോളെന്നുള്ള കാര്യമൊന്നും. പിന്നെ മോളെന്ന് അറിഞ്ഞിട്ട് വേണ്ട സ്നേഹിക്കാൻ. നമ്മുടെ ബ്രിജിത്ത മമ്മി നമ്മളെ മക്കളായിട്ടാണ്, നമ്മുടെ സ്വന്തം അമ്മയായിട്ടാണ് നമ്മളെ സ്നേഹിച്ചത്. നമ്മളെന്തോരം അവർ സ്നേഹിച്ചിട്ടുണ്ട്. എൻ്റെ ഗ്രേസാമ്മ ആൻറ്റി എന്നെ സ്നേഹിക്കുന്നത് മോളായിട്ടാണോ? എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അലീനനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയുന്നു രേവതിക്കുട്ടി. വല്ലാത്ത വിഷമാവുന്നുണ്ട് രണ്ടു പേർക്കും കൂടി. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ രേവതിക്കുട്ടി ബാഗൊക്കെ മടക്കി വയ്ക്കുന്നു. ചേച്ചി പോകാൻ തോന്നണില്ല എന്ന് പറയും. നല്ല ബാഗുള്ള മോളെ ഇതാര് വാങ്ങി തന്നെ? ഇതെനിക്ക് ആൻറ്റി വാങ്ങി തന്നാണെന്ന് പറയും. എന്നിട്ട് എടുത്തുകൊണ്ട് നോക്കട്ടെ ഇടി എന്ന് പറയും. കാണുമ്പോൾ കേട്ടോ 4 അറകളുണ്ട്. ഈ പേസ്റ്റും ബ്രഷും സോപ്പൊക്കെ വയ്ക്കാൻ പറ്റും, പിന്നെ ഡ്രസ്സ് വയ്ക്കുക, ആഭരണങ്ങൾ വയ്ക്കുക എന്ന് പറയും. ചേച്ചിക്ക് ഇഷ്ടമായെങ്കിൽ ചേച്ചി എടുത്തോ എന്ന് പറയും. ഞാൻ വേറെ വാങ്ങിപ്പിച്ചുകൊണ്ട്. അയ്യോ മോളെ, നമ്മൾ അങ്ങനെ ഒരാളെ ചെയ്യാൻ പാടില്ല, ഒരാളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല. ഒരാൾ നമുക്കൊരു കാര്യം ചെയ്തു തരുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ചേച്ചി ആൻറ്റിക്ക് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇഷ്ടം എന്ന് പറയും. അതൊക്കെ ശരിയാണ്, എന്നാലും വേണ്ടാന്ന് പറയും. ചേച്ചി ഇന്നും കൂടെ ചേച്ചിയുടെ കൂടെ നിൽക്കാൻ എനിക്ക് തോന്നുന്നു, എനിക്ക് പോകാൻ തോന്നണില്ല എന്ന് പറഞ്ഞപ്പോൾ പോവാണ്ട് പറ്റില്ലല്ലോ മോളെ, നീ പൊക്കോ, ഞാൻ ഇന്നോ നാളെ ഡിസ്ചാർജ് ആവുമല്ലോ എന്ന് പറയും. ആ സമയത്തായിരിക്കും നമ്മുടെ മാമച്ചായനും ഗ്രേസാമ്മയൊക്കെ വരുന്നുണ്ട്. അവർ വരണം. അപ്പോൾ അവർ വന്നിട്ട് ഗ്രേസാമ്മ അടുത്തിരുന്നിട്ട് ചോദിക്കും, മോളെ നിനക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. എനിക്ക് ഇന്നോ നാളെ ഡിസ്ചാർജ് ചെയ്ത് പോകാമെന്ന് പറയും. അതല്ല ചോദിച്ചത്, നീ നിൽക്കണോടത്ത് നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ നിന്നാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് വേറെ നോക്കാമെന്ന് പറയും. എനിക്ക് കുഴപ്പമൊന്നുമില്ല ആൻറ്റി, എന്തായാലും എന്നെ അവർ ഇറക്കി വിട്ടാലും എനിക്ക് കയറി വന്ന് ഒന്നോ രണ്ടോ ദിവസം നിൽക്കാനൊരു വീടുണ്ടല്ലോ, അത് തന്നെ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ അലീന അങ്ങനെ കണ്ണ് നിറയും പറയും. 1 2 അല്ല, 1 മാസമല്ല, നിനക്ക് ഇഷ്ടമുള്ള ദിവസങ്ങളോളം ഇഷ്ടമുള്ള കാലത്തോളം നിനക്ക് അവിടെ താമസിക്കാം, ഞങ്ങൾക്ക് അതിലൊരു വിഷമവും ഇല്ല എന്ന് പറയുന്നു. അത് മതി ആൻറ്റി, എനിക്കതിനേക്കാൾ കൂടുതലൊന്നും വേണ്ടാന്ന് പറയുന്നു. ഒരുപാട് സന്തോഷത്തോടെ ഇനി അവർ യാത്ര പറയുന്നത്. രേവതിക്കുട്ടിക്ക് നല്ല വിഷമമുണ്ട്. അതുപോലെ തന്നെ മാമച്ചായൻ ഒരു പൊതി അങ്ങോട്ട് കൊടുക്കും, കവർ. ഇപ്പോൾ ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതൊരു ബോംബാണെന്ന് പറയും. ബോംബോ എന്ന് ചോദിക്കും. ഞാൻ ഇപ്പം ഒന്നും പൊട്ടിക്കേണ്ട, ആവശ്യ സമയത്ത് പൊട്ടിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവർ പോകും. ഇതിനിടയ്ക്ക് ബാലചന്ദ്രൻ അമ്മയുടെ മുറിയിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. എന്തെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെല്ലണത്, പക്ഷേ അയാൾക്കൊന്നും ചോദിക്കാൻ തോന്നില്ല. അങ്ങനെ അയാൾ എങ്ങനെയുണ്ട് അമ്മയെന്ന് ചോദിക്കും. പല്ലിനില്ലാത്ത കാരണം എൻ്റെ മോനെ അതിനെക്കുറിച്ചൊന്നും പറയണ്ട, ഭക്ഷണം വൈദ്യ മുടക്കണില്ല, അതന്നെ ഒരു ഭാഗ്യം, മരുന്ന് കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ വേണ്ട, അങ്ങനെയാണെന്ന് പറയും. സാരമില്ല, 2 ദിവസത്തിനുള്ളിൽ അലീന അങ്ങോട്ട് വരുമല്ലോ എന്ന് പറയും. അവൾ വന്നിട്ടുണ്ടെങ്കിൽ എന്താ കാര്യം മോളെ, അവനെ കൊണ്ട് പണിയെടുപ്പിക്കാനൊക്കെ പറ്റുമോ? ഈ വീടെടുത്ത് അവളെ തലയിൽ വെച്ച് കൊടുക്കും അവൻ, അതുകൊണ്ട് മോനൊന്ന് പറയണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കരുതെന്ന്. ഞാനോ? നല്ല കാര്യം, അമ്മ പറയുമെന്ന് പറയും. ബെസ്റ്റ്, ഞാൻ പറഞ്ഞാൽ കേൾക്കും കുറേ എന്ന് പറയും. എന്തായാലും കുറച്ച് റെസ്റ്റ് എടുക്കാനൊക്കെ പറയണം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി എന്നെ പറയുന്നു. അമ്മയ്ക്ക് മനൊരു ഫോൺ വാങ്ങി തന്നല്ലോ, അതെന്തേന്ന് നോക്കട്ടെ എന്ന് പറയും. അങ്ങനെ ആ ഫോൺ നോക്കണം. അങ്ങനെ ഫോണിൽ എന്തൊക്കെയോ പരിശോധിച്ച് നോക്കുന്നുണ്ട് ബാലചന്ദ്രൻ.
എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല മോനെ എന്ന് പറയും. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് തരാം, ബാക്കി അലീന വന്നിട്ട് പഠിപ്പിച്ചു തരും എന്ന് പറഞ്ഞ് എന്തൊക്കെയോ അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നത് കണ്ട് അതിനുശേഷം അയാൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് പോകും. പിന്നെ കാണിക്കുന്നത് കമല തന്നെയാണ്. ഈ കമല വല്ലാത്ത ദേഷ്യത്തോടെ വിഷമത്തോടെ ഇരിക്കുന്നു. അപ്പോൾ അവിടേക്ക് ഹരിശങ്കർ വരുന്നുണ്ട്. ഹരിശങ്കർ വരുമ്പോൾ പറയും, അമ്മേന്ന് വിളിക്കും, നീ എന്നെ അങ്ങനെ വിളിക്കണ്ടെന്ന് പറയും. അമ്മ ഒന്ന് പറയുന്നത് കേൾക്കാം അമ്മേ, സോറി അമ്മ, അങ്ങനെ പറ്റിപ്പോയിന്ന് പറയും. പറ്റിപ്പോയിന്നോ, എന്താടാ? ഒരു കോളേജ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കളപ്പാട്ടൂർ ചെന്ന് കഴിഞ്ഞിട്ട് ബാത്റൂമിൽ ഒളിച്ചിരുന്ന് അവിടുത്തെ പെണ്ണിന് ജ്യൂസിൽ മയക്കുമരുന്ന് കൊടുത്ത് കുടിപ്പിച്ച് റേപ്പ് ചെയ്യാൻ നോക്കിയതാണ് അവിടെ പറ്റിപ്പോയത്. അമ്മ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അത് മാത്രമല്ല, അത് രോഹിത് പറഞ്ഞിട്ടുണ്ട് അമ്മ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഒരു ട്വിസ്റ്റ് ഉണ്ട് വായോ എന്ന് പറഞ്ഞ് വിളിച്ച്, ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് എന്നോട് ബാത്റൂമിൽ ഒളിച്ചിരിക്കാൻ പറഞ്ഞ് ശബ്ദം കേട്ടപ്പോഴാണ് ഞാൻ ചെന്ന് നോക്കിയത്. അപ്പോൾ അവനാണ് അവളെ കയറി പിടിച്ചതും അങ്ങനെയാണ് അവൾ കത്തി എടുത്ത് കുത്തിയതും, ഞാനൊന്നല്ല എന്ന് പറയും. ഒന്നും മിണ്ടില്ല കമല. അമ്മ വൈജി ആൻറ്റിയോട് പറയരുതിട്ടാ, അപ്പച്ചിയോട് പറയരുതെന്ന് പറയും. പിന്നെ പറയാണ്ടിരിക്കുന്ന, അവൾ വലിയ മാനേജറല്ലേ, ഞാൻ പറയുമെന്ന് പറയും. പറയരുത് അമ്മ, മനുവേട്ടൻ എന്നെ എന്തോരം ഇടിച്ചത്, എൻ്റെ കഴുത്തിലും അവിടെയും ഇവിടെയും ഒക്കെ ഇടിച്ച്. അതല്ല ഞാൻ ആലോചിക്കുന്നത്, എന്നെ അടിച്ചോട്ടെ, അടിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഒരു വേലക്കാരിക്ക് വേണ്ടിയിട്ടല്ല അമ്മ ഈ ചെയ്തത് മുഴുവനും. അതാലോചിക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യവും വിഷമവും വരുന്നതെന്ന് പറയും. അതൊക്കെ പോട്ടെ, അമ്മ എന്തായാലും സംഭവിച്ച കാര്യങ്ങളൊന്നും വൈജി അപ്പച്ചിയോട് പറയരുതെന്ന് പറയും. എല്ലാം ചെയ്തത് രോഹിത്താണെന്ന് പറഞ്ഞപ്പോൾ കമലയ്ക്ക് ദേഷ്യം കൂടുന്നപ്പോൾ കമല പറയും, അവൾ വലിയ മാനേജറായിട്ട് ഇരുന്നിട്ട് അവളെ മോൻ്റെ സ്വഭാവം അവൾ അറിയണ്ടേന്ന് പറയും. വേണ്ട അമ്മേ, ഇനി എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റൂല, അങ്കിൾ അറിഞ്ഞാൽ എന്നെ കൊല്ലും എന്നൊക്കെ പറയും. പറയരുതമ്മ എന്നൊക്കെ പറഞ്ഞ് ഒരു കണക്കിന് അമ്മയുടെ കാല് പിടിക്കുന്നുണ്ട് രോഹിത്ത്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് അലീന ഡ്രസ്സൊക്കെ മടക്കി വെക്കിന് പോകാൻ തയ്യാറായിട്ട് ആ നേരത്ത് ഡോക്ടർ വരുന്നുണ്ട്. ആഹാ, നല്ല അടിപൊളിയായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ നടക്കാനും ഓടാനും ചാടാനൊക്കെ പറ്റുന്നുണ്ടോയെന്ന് ചോദിക്കും. ഇപ്പോൾ ഒരു കുഴപ്പമില്ലയെന്ന് പറയും. എന്ന് വെച്ചിട്ട് ഒരുപാട് പണികളൊന്നും എടുക്കരുതെന്ന് പറയും. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് വരും, കൂടെ ബാലചന്ദ്രനും ഉണ്ടാവും. പാത്രം കഴുകാൻ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുതിട്ടാന്ന് പറയും. അത് വയറിൻ്റെ മസിൽസിനെ ബാധിക്കും എന്ന് പറഞ്ഞപ്പോൾ ബാലചന്ദ്രനെ നോക്കുന്നുണ്ട് അലീന. എന്നെ നോക്കണ്ട, നിന്നോടാണ് ഡോക്ടർ പറഞ്ഞത്, നീന് റെസ്റ്റ് എടുക്കണ്ടേ എന്നും പറയുന്നുണ്ട് ബാലചന്ദ്രൻ. ഞാൻ വിചാരിച്ചു അലീന ബാലചന്ദ്രൻ സാറിൻ്റെ മകളാണെന്ന് പറയും. അപ്പോൾ അലീന ഇങ്ങനെ ബാലചന്ദ്രനെ ഇങ്ങനെ ഞെട്ടലോടെ നോക്കിക്കാണ് കണ്ടപ്പോൾ. ഞാൻ ആ തരത്തിൽ 2-3 തവണ സംസാരിക്കുകയും ചെയ്തു മകളെന്നുള്ള അർത്ഥത്തിൽ. അദ്ദേഹമാണെങ്കിൽ അത് നിഷേധിച്ചില്ല എന്നിങ്ങനെ പറയും. അപ്പോൾ അലീന ഇങ്ങനെ വല്ലായ്മയോടുകൂടി തന്നെ ബാലചന്ദ്രൻ നോക്കണം. കാരണം ബാലചന്ദ്രൻ്റെ അച്ഛനായി തന്നെയാണ് അലീന കാണുന്നത്. അലീനയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് ബാലചന്ദ്രനെ. അപ്പോൾ ഡോക്ടറും പറയുന്നുണ്ട് ചെറിയ ചെറിയ പണികളെടുക്കുക, അതായത് മുട്ട തൊലി കളയുക, ഉള്ളി തൊലി കളയുക, മുളകിൻ്റെ ഞെട്ടി കണ്ടിക്കുക, അങ്ങനെയുള്ള പണികളൊക്കെ എടുത്താൽ മതിയിട്ടാണ് നമ്മുടെ മറ്റേ ഡോക്ടറും പറയും. അപ്പോൾ അലീന ചിരിക്കുന്നുണ്ട്. അങ്ങനെ അലീന നല്ല സന്തോഷത്തോടെ തന്നെ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.